കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ യാത്രയിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. സ്വരാജ് റൗണ്ടിൽ നിന്നും ഓട്ടോറിക്ഷയിലാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. ഔദ്യോഗിക കാർ എത്താത്തതിനെ തുടർന്നായിരുന്നു നടപടി. ശിവരാത്രി മഹാപരിക്രമ യാത്രക്കിടയിലാണ് സംഭവം. സാനു കെ സജീവുണ്ട് തൃശ്ശൂരിൽ നിന്നും. സാനു, എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേരളത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ സുരക്ഷാ വീഴ്ച, അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ ലംഘനം ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ ശിവരാത്രി ദിവസം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഓട്ടോയിൽ സഞ്ചരിക്കേണ്ടി വന്നത്? ഗൗതം, മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇന്ന് മഹാപരിക്രമ നടത്തിയിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് സ്വരാജ് റൗണ്ടിൽ പൂർണ്ണമായിട്ടും ഭക്തർക്കൊപ്പം സ്വരാജ് റൗണ്ട് ചുറ്റി. സ്വരാജ് റൗണ്ട് എന്ന് പറയുമ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയാണ്. ആ വഴി ചുറ്റി മണികണ്ഠന ആൽത്തറയിൽ എത്തിയപ്പോഴേക്കുമാണ് സുരേഷ് ഗോപിക്ക് പോകേണ്ട ഔദ്യോഗിക വാഹനവും ഒപ്പം തന്നെ പൈലറ്റ് വാഹനങ്ങളും എത്തേണ്ടത്. എന്നാൽ ആ സമയത്ത് അവിടെ പൈലറ്റ് വാഹനവും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനവും ഉണ്ടായിരുന്നില്ല. ആ സ്വരാജ് റൗണ്ടില് അദ്ദേഹം ഏറെ നേരം നിന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനവും ഒപ്പം തന്നെ പൈലറ്റ് വാഹനവും പോലീസും എത്താതായതോടുകൂടിയാണ് അവിടെ ഉണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷ വിളിച്ച്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു കേന്ദ്രമന്ത്രിയാണ് നടു റോഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ അദ്ദേഹം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താമസിക്കേണ്ട രാമനിലയത്തിലേക്ക് പോകുന്നത്. ഏത് തരത്തിലാണ് ഈ ഒരു പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം പ്രോട്ടോകോൾ ഉണ്ട്, പോലീസിന്റെ അകമ്പടി ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ഒരു കേന്ദ്രമന്ത്രി നടു റോഡിലൂടെ നടന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹത്തിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതിനു മുൻപും തൃശ്ശൂരിൽ പലതവണ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 2 മാസം മുമ്പ് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ സമാന നിലയിൽ തന്നെ പൈലറ്റ് വാഹനവും ഒപ്പം തന്നെ ഔദ്യോഗിക വാഹനവും ലഭിക്കാതെ വന്നതോടെ എലൈറ്റ് ഹോട്ടലിന്റെ സമീപത്തു നിന്നും ഓട്ടോ വിളിച്ച് രാമനിലയത്തിലേക്ക് പോയിരുന്നു. അതേപോലെ തന്നെ 5 മാസം മുമ്പ് അന്തിക്കാടും സമാന നിലയിൽ തന്നെ സുരേഷ് ഗോപിയുടെ വാഹന വ്യൂഹത്തിന് ദിശ തെറ്റി ഓടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ ഭാഗത്ത് നിന്നൊക്കെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് സമാന നിലയിൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതാണ്. സുരേഷ് ഗോപിന്റെ യാത്രയില് പോലീസ് അലംഭാവം കാണിക്കുന്നു, ഒപ്പം തന്നെ വേണ്ട വിധത്തിലുള്ള സുരക്ഷ കൊടുക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ BJPയുടെ ഭാഗത്ത് ഇതിനോടകം തന്നെ ആരോപണമായി പുറത്തു വന്നിട്ടുണ്ട്. ഗൗതം, ഓക്കെ, എന്തായാലും ശിവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാപരിക്രമ യാത്രയ്ക്ക് എത്തിയ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP യുമായ സുരേഷ് ഗോപിക്കാണ് ഓട്ടോ പിടിച്ച് സ്വരാജ് റൗണ്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ തന്നെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ ഉൾപ്പെടെ അവിടെ കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ വാഹനം എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതിനു മുൻപും കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേർന്നത്.